ഗുരുവായൂരപ്പ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് തോന്നുന്ന എന്തൊക്കെ ഫീലിങ്സ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതായത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഒരു ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റെസൊണേറ്റ് ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തമായ മുഖം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. എന്താണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളെ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള ആ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങളൊന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു റീഡിംഗ് കാണുക. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം നിങ്ങളും അവരും തമ്മിലുള്ള നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക. അവരുടെ എനർജി ഫീൽ ചെയ്യിപ്പിക്കാനും കൂടെ വേണ്ടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം. എന്താണ് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കാം. ഇവിടെ എനിക്ക് മനസ്സിലാകുന്നത്, ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയ ആ ഒരു വ്യക്തി കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ റീഡ് ചെയ്തപ്പോഴുള്ള ആ ഒരു എനർജീസൊക്കെ കയറി വരുന്നുണ്ട്, അതൊക്കെ തമ്മിൽ കണക്ഷനുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി കടുത്ത മാനസിക വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരുപാട് മാനസികമായിട്ട് അവർ വേദനിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു 9 ഓഫ് സോഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ കുറ്റബോധം ഉണ്ട്. അതായത് അവർ വളരെ ആന്തരികമായ ഒരു സംഘർഷത്തിലൂടെയാണ്, സ്വയം തീർത്ത തടവറ സൃഷ്ടിച്ചാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ആരെയും കടത്തിവിടുന്നില്ല, അത്രത്തോളം മാനസിക സംഘർഷങ്ങളിലൂടെയാണ്. അവരിലേക്ക് ആരെയും കടത്തിവിടാതെ അവരൊരു സ്വയം തീർത്ത തടവറയിൽ ജീവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു കാർഡിലൂടെ. അപ്പം അവർ തന്നെ ഒരു സ്വയം ഒരു തടവറ തീർത്ത് അതിലേക്ക് ആരെയും അവർ കടത്തിവിടാത്ത ഒരു സാഹചര്യമാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം അവർ മനസ്സിൽ വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വ്യക്തതയില്ലായ്മയുണ്ട്. ചെറിയ കാര്യങ്ങൾ വരെ അവർ, ലളിതമായ കാര്യങ്ങൾ വരെ അവർ ചിന്തിച്ച് സങ്കീർണമാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അമിത ചിന്തകളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്. ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് ഒരു 9 ഓഫ് സോഡ് പറഞ്ഞത്. നിങ്ങളോട് ചെയ്ത ആ ഒരു കുറ്റബോധം, ചെയ്ത ആ ഒരു ചെയ്തികളിൽ അവർക്കൊരു കുറ്റബോധമുണ്ട്. അതിനെന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അതുപോലെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഭയങ്കരമായി വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മാനസിക വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളെയാണ് എനിക്കിവിടെ കാണുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയോ തേടിപ്പോയ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി. അതായത് ഇവിടെ നിങ്ങൾക്കിടയിലുണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തെയല്ല, മറിച്ച് അയാളെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ചാണോ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് അവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു
ഒരു വൈഫാവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം, അതുകൊണ്ടാണ് അവർ മറ്റൊരു ബന്ധം തേടിപ്പോയത്. പക്ഷേ നിങ്ങളുടെ നല്ല ക്വാളിറ്റി ഒന്നും അവർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല മുൻപ്. പക്ഷേ ഇപ്പോഴും അതിലൊക്കെ അവർക്ക് റിഗ്രറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരത്രയ്ക്ക് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഈ ഒരു നിമിഷം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ അവർക്കൊരു എല്ലാ കാര്യങ്ങളും അവർ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. വളരെ വളരെ വിഷമത്തിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം അവർ ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷനിൽ. അങ്ങനെ ഒരു ഗൈഡൻസ് വരുന്നുണ്ട്. ഒരു സ്വയം മറ്റുള്ളവരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് സ്വന്തം ചിന്തകളിലും വേദനകളിലും കുടുങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തി. അതുപോലെ തന്നെ ഒരു മാറ്റത്തിനുള്ള സമയമാണെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് നോക്കാം മുന്നോട്ടുള്ള കാർഡുകളിൽ. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ട് കേട്ടോ അവരുടെ ലൈഫിലേക്ക്. പക്ഷെ അവരാണ് തെറ്റുകാരൻ എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണമെന്നുണ്ടെങ്കിലും അവരാണ് തെറ്റുകാരൻ എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു തെറ്റിൽ അവർക്ക് അതിയായ കുറ്റബോധമുണ്ട്. അപ്പം നിങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും? നിങ്ങളെ അത്രത്തോളം മാനസിക വേദനയിൽ ആഴ്ത്തിയ ഒരു വ്യക്തിയാണിത്. അപ്പോൾ അവർക്ക് അതിലൊരു കുറ്റബോധമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ഈ ഒരു സോഡ് കാർഡ് 2 ഓഫ് സോഡും 5 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നത് കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സമയത്ത്. അതായത് നിങ്ങളെ വഞ്ചിച്ച് പോയൊരു വ്യക്തിയാണ്. അതിലൊക്കെ അവർക്കൊരു കുറ്റബോധമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് രഹസ്യങ്ങൾ ആ ഒരു വ്യക്തി സൂക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളോട് അവർക്കൊരു ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ആണ് വരുന്നത്. ഡീപ്പായിട്ടുള്ള ഫീലിങ്സ്. സോഡ് എനർജിയാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത്. ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. വളരെ സ്നേഹസമ്പന്നനാണ് അവർ. ഈ ഒരു സമയത്ത് അവർക്ക് യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളായിരുന്നു ശരിയെന്നവർക്ക് കാലം തെളിയിച്ചു കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സ് തന്നെ അവർക്ക് അങ്ങനെ കാണിച്ചു കൊടുത്തു. നിങ്ങളായിരുന്നു ശരി, നിങ്ങളുടെ ഭാഗത്തായിരുന്നു ശരി എന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ അവർക്കൊരു ഉറച്ച തീരുമാനം ആ ഒരു വ്യക്തി എടുക്കുന്നതായിട്ടാണ് 2 ഓഫ് സോഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കരികിലേക്ക് വന്ന് നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു നിങ്ങളോടൊരു അഫെക്ഷൻ തോന്നുന്നുണ്ട്, ഒരു ഇൻറ്റിമസി തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. കാര്യം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുള്ളതായിട്ട് അവർക്കറിയാം. ഈ ഒരു അകൽച്ച, അതായത് നിങ്ങളുടെ മനസ്സവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് 2 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ വരുന്നത്. അത്രത്തോളം അവർക്ക് വേദനകളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു തീരുമാനം, അവരൊറ്റയ്ക്കായ പോലെയാണ് ഇപ്പം. നിങ്ങൾ പോയതോടുകൂടി അവർ ആയതുപോലെയാണ് അവർ ചിന്തിക്കുന്നത്. അവർ ഇപ്പോഴത്തെ ഒരു കാര്യത്തിനെ പറ്റി അവർ വിജിലൻ്റ് ആവുന്നുണ്ട്, കൂടുതലും അലേർട്ട് ആവുന്നുണ്ട്. അതായത് ഇങ്ങനെ പോയാൽ പറ്റില്ല, നിങ്ങളിലേക്ക് വരണം, എങ്ങനെ നിങ്ങളുടെ ബന്ധത്തിനൊരു സ്റ്റെബിലിറ്റി തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായിരുന്നു ശരിയെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇപ്പോഴാ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിലേ വരും നിങ്ങളിലേക്ക് വരാനും. എന്നിരുന്നാൽ പോലും കാര്യം അത്രത്തോളം അവർക്ക് കർമ്മ ഹീല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രത്തോളം ഒരു ട്രോമയിലൂടെയാണ് ആ ഒരു വ്യക്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വ്യക്തി ഒട്ടും ഹാപ്പിയല്ല. നിങ്ങളില്ലാത്ത ആ ഒരു ലൈഫ് അവരൊട്ടും ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം നിങ്ങളെ അവർ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അത്രത്തോളം അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ അർത്ഥം തന്ന് നിങ്ങളെ കൂടെ കൂട്ടണമെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് ഈ ഒരു 10 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു കാർഡിൻ്റെ ടോപ്പിൽ വന്ന കാർഡ്. ഇപ്പോൾ 10 ഓഫ് സോഡ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിനൊരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു 10 ഓഫ് സോഡ്. നിങ്ങളുടെ ബന്ധം പഴയ പൊയ്ക്കൊണ്ടിരുന്ന പോലെ ആ ഒരു കാര്യമൊക്കെ അവസാനിച്ച് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അത്രത്തോളം ഒരു ഇമോഷൻസ് ഉണ്ട്. പക്ഷെ അവരിപ്പോൾ അതികഠിനമായ ട്രോമയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ വരുന്നത്. ഓക്കെ.
നിങ്ങളുടെ ബന്ധത്തിനൊരു തുടക്കം വരുന്നുണ്ട് തീർച്ചയായിട്ടും. അതാണ് ഈ ഒരു കാർഡാണ് ടോപ്പിൽ വന്ന കാർഡ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങളുടെ ബന്ധത്തിൽ എത്രത്തോളം പ്രശ്നമുണ്ടെങ്കിലും ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക. ഇപ്പോൾ അവർ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരൊറ്റപ്പെട്ട സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തിക്ക്. സമൂഹത്താലും മറ്റുള്ളവരാലും ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും ഒക്കെ അവരെ ഒറ്റപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും അവർ തന്നെ ഒരു തീരുമാനം എടുത്ത് മാറുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് എല്ലാത്തിൽ നിന്നും ഒരു താൽക്കാലിക ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരു ഇടവേള എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ. പക്ഷേ അവർക്ക് നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഒരു ബന്ധം നല്ല രീതിയിൽ പഴയതിലും നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ, ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കമൻറ്റും ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ ചെയ്യുക. വീണ്ടും നമുക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കാണുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഒരു നല്ല ദിവസം ഞാനും ആശംസിക്കുന്നു. അപ്പം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.